വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫൈനൽ ആൻസർ കീ PSC ഇപ്പം പുറത്തു വിട്ടിട്ടുണ്ട്. WCPയുടെ ഫൈനൽ ആൻസർ കീ വെച്ച് 5 ക്വസ്റ്റ്യൻസ് ഡിലീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കീ ആണ്. അപ്പോൾ ഇനി ഇതിലൊരു ചേഞ്ച് വരത്തില്ല. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെയാണെന്ന് നോക്കാം, ആൻസർ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദമാവുമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. എ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. എ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന ഏത് പ്രസ്താവന ഓർ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഇതിൻ്റെ ആൻസർ ഫൈനൽ ആൻസർ കീ വെച്ച് ഓപ്ഷൻ സി ആണ്. നമ്മൾ പറഞ്ഞതാണ് 2, 3, 4 ആണ്. അതായത് ഇന്ന് P. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. പിന്നെ ഏതാണ് വരുന്നത്? 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 3, 4 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ 4 പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു. അവ ചേരുംപടി ചേർക്കും. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താണ്? 2ാം വട്ടമേശ സമ്മേളനം എന്നാണോ? 1931 2ാം വട്ടമേശ സമ്മേളനം വരുന്നത്. അതുപോലെ തന്നെ പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു എന്ന് വരുന്നത് ഏതാണ്? 1939 അതുപോലെ തന്നെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതെന്നാണ്? 1922 അതുപോലെ തന്നെ ബർദോളി സത്യാഗ്രഹം വരുന്നത് 1928 അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കും. ഇതിൻ്റെ ആൻസർ വന്നേക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. 3ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഏതൊക്കെയാണ് വരുന്നത്? ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം, അതുപോലെ തന്നെ ലോങ് മാർച്ച്, അത് കഴിഞ്ഞിട്ട് ജപ്പാൻ്റെ ചൈന ആക്രമണം, അതുപോലെ തന്നെ മഹത്തായ സാംസ്കാരിക വിപ്ലവം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2, 1, 4, 3. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന ഓർ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2ഉം 4ഉം ആണ്. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് ശരിയായിട്ട് വരുന്നത്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നത് ഫൈനൽ ആൻസർ കീ ആണ്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവരിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കാൺപൂർ നാനാ സാഹിബ്, ആറയിൽ ആരായിരുന്നു? കൻവർ സിംഗ് ആയിരുന്നു. അതുപോലെ ഡൽഹി ബഹദൂർ ഷാ, ബറോട്ടിൽ ആരായിരുന്നു? ഷാമൽ ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. 1 കൻവർ സിംഗും 2 ഷാമലുമാണ്. 5ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് പ്രസ്താവന ഓർ പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ 1ഉം 3ഉം ആണ്. ഓപ്ഷൻ സി 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 1ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 2 ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ തെറ്റായിട്ടുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ സി 1ഉം 3ഉം ആണ്. 6ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഏഴാമത്തെ ചോദ്യം, കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാക്കുന്നത് ഏത് പാറ പൊടിഞ്ഞാണ്? ആൻസർ ഓപ്ഷൻ എ ബസാൾട്ട് ആണ്. എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിലെ ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒൻപതാമത്തെ ചോദ്യം, ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിര കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സത്ലജ് ആണ്. പത്താമത്തെ ചോദ്യം, പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കൊട്ടൈക്കനാലാണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഇതെല്ലാം നമുക്ക് ഡൗട്ടായിട്ട് വന്നത്. അതിൻ്റെ ആൻസർ PSC ഫൈനൽ ആൻസർ കീഴിൽ ലക്ഷദ്വീപാണ്. ഓപ്ഷൻ സി ലക്ഷദ്വീപാണ് ഫൈനലിൻ്റെ ആൻസറായിട്ട് വന്നത്. 12ാമത്തെ ചോദ്യം, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണെന്നാണ്? ആൻസർ ഓപ്ഷൻ എ 107 ആണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏതെന്നാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 4ഉം ആണ്. 1ഉം 2ഉം 4ഉം ആണ്. നമ്മൾ പറഞ്ഞതാണ് 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. 13ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തവ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് യോജിക്കാത്തതായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിംഗ് എന്നുള്ളത് തെറ്റായിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ 14ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 15ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ നരേന്ദ്രമോദിയാണ്. ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും വരുന്നത്. 15ൻ്റെ ആൻസർ ഓപ്ഷൻ എ നരേന്ദ്രമോദിയാണ്. 16ാമത്തെ ചോദ്യം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ സി പീച്ചി ആണ്. 17ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എല്ലാം ശരിയെന്നാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 2, 3, 4. അപ്പോൾ എല്ലാം ശരിയായിട്ടുള്ളതാണ്. 1, 2, എല്ലാം 3, 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 17ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 18ാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? ആൻസർ ഓപ്ഷൻ എ 1950 ആണ്. 19ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട
താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുന്നതാണ്. ശരിയായത് ഞാൻ പറഞ്ഞു പോവാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഈ 19ൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതെന്നാണ് ചോദിച്ചത്. എൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, കേരള സംസ്ഥാന ലോകായുക്ത. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ എല്ലാ പ്രസ്താവനകളും എന്നാണ് വരുന്നത്. 22ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, നവകേരള സദസ്സാണ്. 23ാമത്തെ ചോദ്യം, അനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് പ്രസ്താവന 3 തെറ്റാണ്, ബാക്കി 2ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസ്താവന 3 തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. 23ൻ്റെ ഓപ്ഷൻ സി. 24, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി, കർത്തവ്യപഥാണ്. കർത്തവ്യപഥ്. 25ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 25 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 26, കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി, നിരാമയ പദ്ധതി എന്നാണ്. 27, തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 3 ആണ് തെറ്റായിട്ടുള്ളത്. പ്രസ്താവന 3 ആണ് തെറ്റായിട്ടുള്ളത്. 27ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 28ാമത്തെ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 28ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 29ാമത്തെ ചോദ്യം, 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, എല്ലാ പ്രസ്താവനകളും ശരിയെന്നുള്ളതാണ്. അപ്പം എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ആൻസർ ഓപ്ഷൻ സി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. 31, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, അറ്റോർണി ജനറലാണ്. 32, മനുഷ്യ ജിനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡിസ്ട്രോഫിൻ ആണ്. ഡിസ്ട്രോഫിൻ. 33ാമത്തെ ചോദ്യം, ഏത് വിറ്റമിൻ്റെ അഭാവമാണ് പിള്ളവാതത്തിന് കാരണമാകുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, വിറ്റാമിൻ ഡി ആണ്. 34, വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, സാൽമൊണല്ല ടൈഫി. 35, ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ എന്നാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, CO2, CFCs, N2O, അതുപോലെ തന്നെ CH4 ആണ്. ഓപ്ഷൻ എ ആണ് 35ൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 36, പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, സത്യനാരായണ ബേളേരിയാണ്. 37, ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നതിന് താഴെ പറയുന്ന ഏത് മാധ്യമത്തിലാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി, അലൂമിനിയമാണ്. 38, ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അൾട്രാവയലറ്റ് ആണ്. 39, ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ എവിടെയാണെന്നാണ് വെച്ചിരിക്കുന്നത്. ലഭിക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, ധ്രുവമാണ്. 40ാമത്തെ ചോദ്യം, ISROയുടെ അഭിമാന പദ്ധതിയായ ചാന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണെന്നാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആഗസ്റ്റ് 23, 2023. അതുപോലെ തന്നെ 41, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഉള്ള മൂലകങ്ങളെ പറയുന്ന പേരെന്ത്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഐസോബാറുകളാണ്. 42, താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ സി, നൈട്രജൻ ആണ്. 43, ലൂയിസ് ക്ഷാരത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ, NH3 ആണ്. 44, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ഇത്? ആൻസർ ഓപ്ഷൻ ഡി, ഇൽമനേറ്റ് ആണ്. 45, ഭൈരവിക് കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, പടയണിയാണ്. 46, കിളിക്കാലം ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി, P. വത്സലയുടെ ആത്മകഥയാണ്. 47, വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 7 കളിക്കാരാണ്. 48ാമത്തെ ചോദ്യം PSC ഡിലീഷൻ ചെയ്തിട്ടുണ്ടല്ലോ. 48 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 49ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയതാരാണ്? ആൻസർ ഓപ്ഷൻ സി, V. ഷിനിലാലാണ്. 50ാമത്തെ ചോദ്യം, മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തതാരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റോജിൻ തോമസ് ആണ്. ഇനി മാത്സ് ആണ് വരുന്നത്. 51ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, സ്തൂപിക സംഖ്യകളാണ്. ആൻസർ പറഞ്ഞു പോവാണ്. 52ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 104 ആണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 15 ദിവസമാണ്.
അതുപോലെ തന്നെ 54-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ ബി 4 ദിവസമാണ്. അതുപോലെ തന്നെ 55-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 8.5 ആണ്. അതുപോലെ 56-ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത് 34.98 ആണ് വരുന്നത്. 57-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് 2√2 പൈ സെൻറ്റിമീറ്റർ ആണ്. 58-ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ICEDREHP ആണ് വരുന്നത്. 59-ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 59 ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 59ഉം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 60-ൻ്റെ ആൻസർ ഓപ്ഷൻ സി 87 ആണ് വരുന്നത്. ഇനി ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് 61-ൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ കുഡ് ഹാവ് മെറ്റ് ഹിം എന്നാണ്. 62-ൻ്റെ ആൻസർ ഓപ്ഷൻ സി കൊളീഗ് എന്നാണ്. 63-ൻ്റെ ആൻസർ ഓപ്ഷൻ ബി കാൾഡ് ഓഫ് ആണ്. 64-ൻ്റെ ആൻസർ ഓപ്ഷൻ സി ഗോസ് ആണ് വരുന്നത്. 65-ൻ്റെ ഓപ്ഷൻ ഡി ഈസ് ആണ് വരുന്നത്. 66-ൻ്റെ ഓപ്ഷൻ ബി മുണ്ടൈൻ ആണ് വരുന്നത്. 67-ൻ്റേത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 67 ഓപ്ഷൻ സി ആണ് ആൻസർ. ജോൺ ഹാസ് ബീൻ ആസ്ക്ഡ് ടു മേക്ക് എ സ്പീച്ച് അറ്റ് ദ മീറ്റിംഗ് ബൈ സമ്മൺ ആണ് വരുന്നത്. 68-ൻ്റെ ഓപ്ഷൻ എ ആണ് പ്രിജുവർ ആണ് വരുന്നത്. 69 ഓപ്ഷൻ ഡി ഷാൾവി ആണ് വരുന്നത്. 70-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ കണ്ടംപ്ലേറ്റീവ് ആണ്. കണ്ടംപ്ലേറ്റീവ്. ഇനി മലയാളമാണ് വരുന്നത്. മലയാളം 71-ൻ്റെ ആൻസർ ഓപ്ഷൻ എ കയ്യെഴുത്ത്. 72-ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി നെൽ പ്ലസ് മണിയാണ്. 73 ഓപ്ഷൻ എ വയ്യാകരൺ ആണ്. 74 ഓപ്ഷൻ സി അലിംഗ ബഹുവചനമാണ്. 75 ഓപ്ഷൻ ഡി പല്ലവത്തിൻ്റെ പുടവെന്നാണ്. 76 ഓപ്ഷൻ ബി പ്രാലേയമാണ്. 77 ഓപ്ഷൻ സി ഏണമാണ്. 78 PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 78 PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 79 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. 80-ാമത്തെ ചോദ്യം സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്ന അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കുപ്രസിദ്ധമാണ് വരുന്നത്. ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സിലെ 81-ാമത്തെ ചോദ്യം മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള തട്ടിക്കൊണ്ടു പോക്കൽ എന്ന കുറ്റത്തിന് ഉള്ള ശിക്ഷ എന്താണ്? അപ്പോൾ ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. മുകളിൽ പറഞ്ഞവയല്ല, നമ്മൾ പറഞ്ഞിരുന്നത് വധശിക്ഷ, ജീവപര്യന്തം തടവ്, പിഴ. ഇത് മൂന്നിലേതെങ്കിലും ലഭിക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം. 82-ാമത്തെ ചോദ്യം എ എന്ന ആൾ ബിയെ കൊല്ലുന്നതിന് വേണ്ടി ഒരു കുപ്പി വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ചു. ആ വെള്ളം സി കുടിച്ചു മരിച്ചു. ഇവിടെ എ ചെയ്ത കുറ്റം എന്തെന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 82-ൻ്റെ ആൻസർ ഓപ്ഷൻ ബി കുറ്റകരമായ നരഹത്യ. 83-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. 83-ൻ്റെ എന്താണ്? മേൽപ്പറഞ്ഞ വാക്യങ്ങൾ 1ഉം 2ഉം ശരിയായിട്ടുള്ള വാക്യങ്ങളാണ്. 1ഉം 2ഉം ശരിയായിട്ടുള്ള വാക്യങ്ങളാണ്. 83-ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 84 എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ പീനൽ കോഡ് IPC 1860 സെക്ഷൻ 269 പ്രകാരം താഴെ കൊടുത്തിട്ടുള്ള ഏത് പ്രവൃത്തികളാണ് കുറ്റകരമായിട്ടുള്ളത്? സെക്ഷൻ 269. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. കോവിഡ് രോഗി രോഗവിവരം മറച്ചു വെച്ച് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതാണ്. 85-ാമത്തിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന വിവരാവകാശ നിയമം 2005 പ്രകാരം ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഇതെല്ലാം ഒഴിവാക്കപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡിയിൽ എന്താണ്? ഓപ്ഷൻസ് A, B, C. അപ്പോൾ ഒഴിവാക്കപ്പെട്ടത് ഡിക്റ്ററേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് പ്രവർത്തനങ്ങൾ, ക്യാബിനറ്റ് ഡോക്യുമെൻറ്റ്, കോപ്പിറൈറ്റ് മുതലായ ബൗദ്ധിക സ്വത്തവകാശ മുഖേന സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 85-ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 86-ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. മേൽപ്പറഞ്ഞ വാചകങ്ങൾ 1ഉം 2ഉം ശരിയായിട്ടുള്ളതാണ്. 86 ഓപ്ഷൻ എ ആണ്. 87 എന്താണ്? ചോദ്യം എന്താണ്? വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഇൻഫർമേഷൻ അഥവാ വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. സെക്ഷൻ 2Kയിൽ പ്രതിപാദിക്കുന്ന റെക്കോർഡുകൾ. 88 പൊതുജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് വെച്ചത്. എൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. സ്ത്രീകളുടെ പരാതി വനിതാ പോലീസ് സ്റ്റേഷനിൽ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉൾപ്പെട്ടിട്ടില്ലാത്തത്. 88-ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 89 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 പ്രകാരം കോഗ്നൈസബിൾ കുറ്റം എന്താണെന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. പോലീസ് ഓഫീസർക്ക് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ് കോഗ്നൈസബിൾ. നമ്മൾ പഠിച്ചതാണ്. 90-ാമത്തെ ചോദ്യം ഇതായിരുന്നു കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വന്നത്. അപ്പോൾ ഇതെന്ന് നോക്കാം. 90-ാമത്തെ ചോദ്യം 0 FIRനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള തെറ്റായ ഓപ്ഷൻ എന്ത്? അപ്പോൾ മുകളിൽ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ശരിയാണെന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 90-ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇത് ഒട്ടുമിക്ക കൂട്ടുകാരികളും അറ്റൻഡ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. 0 FIR നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ 90-ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് PSC പറയുന്നത്. മുകളിൽ പറഞ്ഞവ എല്ലാ ഓപ്ഷൻസും ശരിയാണെന്നാണ് PSCയുടെ ഫൈനൽ ആൻസർ കീ വെച്ച് വരുന്നത്. 91 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 സെക്ഷൻ 44 അറസ്റ്റ് ചെയ്യാനുള്ള ആരുടെ അധികാരത്തെ വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി മജിസ്ട്രേറ്റ് ആണ്. 92-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സെക്ഷൻ 32 ആണ്. 92 ഓപ്ഷൻ ബി സെക്ഷൻ 32. 93-ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി
ആണ്. വാക്യം 2 മാത്രമാണ് ശരി. 2 മാത്രം ശരി, 1 തെറ്റാണ്. നമ്മൾ പറഞ്ഞതാണ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. 93ൻ്റെ ആൻസർ ഓപ്ഷൻ സി, വാക്യം 2 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. 94 കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കൊഗ്നൈസബിളും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുമാണ്. 95ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ എ ആൻഡ് ബി ആണ്. 96ാമത്തെ ചോദ്യം എന്താണ്? NDPS ആക്ട് പ്രകാരം ഉള്ള ഒരു കുറ്റവുമായി ബന്ധപ്പെട്ട അറസ്റ്റിന് ശേഷം എത്ര വർഷത്തിനകം നേടിയ വസ്തു കണ്ടെടുക്കപ്പെടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 6 വർഷമാണ്. 96 ഓപ്ഷൻ ബി 6 വർഷം. 97 എന്താണ്? 97ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, 16 ആണ്. 97ൻ്റെ ആൻസർ ഓപ്ഷൻ സി 16 ആണ്. 98ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് എന്താണ്? 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെതിരെ മാത്രമേ കുറ്റം ആവുകയുള്ളതാണ്. 98ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 99ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 67A ആണ്. അതുപോലെ തന്നെ 100ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 43. 100ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 43 ആണ്. ഇത്രയുമാണ് നമ്മുടെ ഫൈനൽ ആൻസർ കീ വെച്ച് WCPO അതായത് വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നത്. അപ്പോൾ ഏകദേശം 5 ക്വസ്റ്റ്യൻസ് ഡിലീഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി അപ്പോൾ 95-ലായിരിക്കും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അപ്പം ബാക്കി നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ട് നിങ്ങൾ നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ള കൂട്ടുകാരികളൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ബാക്കി എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫിസിക്കലിനും കാര്യങ്ങൾക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ല്. താങ്ക് യു ഓൾ.